അംജുക്കാക്ക് വേറെ സെറ്റപ്പ് ഉണ്ടല്ലേ, അംജുക്ക് തേച്ചല്ലേ, നീ ഇങ്ങനെ എൻ്റെ കുട്ടിയുടേക്ക് വരെ എത്തി. അയ്യോ ആ കൊച്ചിന്റെ വിധി, ആ കൊച്ചിന്റെ ജാതകം ഏതാണ്, കൊച്ചു ജനിച്ചതും അന്തിട്ടിട്ട് പോയല്ലേ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ ഒടുവിലത് സംഭവിച്ചു ഗൈസ്. എന്താണെന്നുള്ളതല്ലേ, അതിപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ തന്നെ കേട്ടുള്ളൂ. കാരണം ഡിവോഴ്സ് വാർത്ത, ഡിവോഴ്സ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൻ്റെ അകത്ത് അവളുടെ ഹസ്ബൻഡിനെ കുറച്ച് ദിവസം കാണാത്തത് കൊണ്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്. അതിന് അവസാനം ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. എന്താണെന്നുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും കാണാം. എല്ലാവരും ആ ന്യൂസ് കാത്തിരുന്നവരുടെ മുമ്പിലേക്ക് നിങ്ങളിത് കാണണം. സീരിയസ്ലി നിങ്ങളിത് കാണണം. എനിക്ക് സങ്കടവും എനിക്കറിയില്ല. ഇത്രയും ദിവസം ഞാനിങ്ങനെ എടുത്ത് അടക്കി വെച്ച പല സാധനങ്ങളും എനിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അങ്ങനെ അത്തരം ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നവർക്ക് എല്ലാവർക്കും അത്രയും എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിച്ചവർക്കൊക്കെ വളരെ ഒരു തരത്തിലെ ഒരു സഹാനുഭൂതി, ഒരു വല്ലാത്തൊരു കരുണ, വാത്സല്യം, സ്നേഹമൊക്കെ ഇപ്പം നമ്മുടെ പുള്ളിക്കാരിയോട് ചോദിക്കും. കാരണം അംജുക്കയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷമിച്ച്, എന്താ അംജുക്ക ഇല്ലല്ലോ, അംജുക്ക കാണാനില്ലല്ലോ, അസ്ലേ ഉപേക്ഷിച്ചു അല്ലേ അംജുക്ക ഇല്ലല്ലോ വീടിനകത്ത്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ഞാൻ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അത്തരം ന്യൂസുകൾ കാത്തിരുന്നവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷം, അങ്ങനെയുള്ളവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഇത്രയും ഡെലിവറിക്ക് അംജുക്ക ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ ഓക്കെ എന്നെ തന്നെ അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നത് എൻ്റെ യൂട്യൂബിൽ നിന്നായിരുന്നു. യൂട്യൂബ് ഫാമിലി, അത് ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലായിരുന്നു. ഇത്ര ആൾക്കാരെന്നോട് ഡിവോഴ്സ് ആയല്ലേ, അംജുക്ക തേച്ചല്ലേ, അംജുക്ക പോയല്ലേ, അംജുക്കാക്ക് ഈ പോസ്റ്റ് പാർട്ടം എന്താണെന്നറിയാത്ത സ്ത്രീകളടക്കം ഉണ്ടെന്ന് പറയുമ്പോഴാണ് അത്ഭുതം. എന്താണ് പോസ്റ്റ് പാർട്ടം എന്നറിയാത്തവർക്ക് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞുതരാം. സ്ത്രീകൾ ഇപ്പോൾ അവരെ പ്രഗ്നൻ്റ് ആവാറുണ്ട്, നമുക്കറിയാം. പ്രഗ്നൻ്റ് ആവാറുണ്ട്, ഡെലിവറി നടക്കാറുണ്ട്. ഡെലിവറി നടന്നതിന് ശേഷമുള്ള ബഹുഭൂരിപക്ഷ സ്ത്രീകൾക്കും വിവാഹത്തിന് ശേഷം ഈ കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങൾ മുലയൂട്ടുന്നു, വളർത്തുന്നു. ഇതിനിടയ്ക്കൊന്നും ആ കുട്ടികൾ വേറൊരു പ്രശ്നമില്ല, അവരുടെ റെഗുലർ ലൈഫായിട്ടൊക്കെ പോകും, ഒരു പ്രശ്നമില്ല, അഡാപ്റ്റ് ആയിട്ട് അത് നന്നായിട്ട് പോകും. എന്നാൽ ചില സ്ത്രീകൾക്ക് ഈ നമ്മുടെ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമല്ലോ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് വളരെ ഗുരുതരമായിട്ട് തന്നെ ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ആ കുട്ടിയുടെ സ്വന്തം കുഞ്ഞിനെ കൊന്നു. സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവളെ അടിച്ചു കൊന്നുകളാ എന്നൊക്കെ പറയും. പക്ഷേ ഈ സ്ത്രീകൾ, അഥവാ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മരണത്തിനും അവർക്ക് എല്ലാം ഇറിറ്റേഷനും എല്ലാം ബുദ്ധിമുട്ടുമായിട്ട് മാറും. ഒരു പ്രസവം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊരു കോംപ്ലിക്കേഷൻ, വളരെ ഗുരുതരമായൊരു കോംപ്ലിക്കേഷനാണ്. അത് ശരിക്കും ആ ഒരു സ്ത്രീ ആ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നത് ഒരിക്കലും കുഞ്ഞിനോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവർക്ക് ആ ഒരു പോസ്റ്റ് പാർട്ടം ഇഷ്യൂ, ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ അകത്ത് പീക്കിൽ നിന്നും ആ സമയത്താണ് അത് ചെയ്തു പോകുന്നതാണ്. അത് സ്വന്തം കുഞ്ഞാണെന്നൊക്കെ അറിയാം, പക്ഷെ അത് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന തലച്ചോറാണ് ആ സമയത്ത്. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു, ആ കുഞ്ഞിനെ കൊന്നു എന്നുള്ള ഇത് മൊത്തത്തിൽ കേട്ട് അവർ തന്നെ ഒരു അഭിമുഖത്തിൽ നിന്ന്, പേര് അറിയുന്നൊരു കമൻറ്റ് കേട്ടോ, എനിക്ക് പേര് മറന്നു, ലീനയോ അങ്ങനെ എന്തോ സംതിങ്, എന്തോ ആൻ്റണിയോ എന്തോ. അവസാനം ആ ഒരു സ്ത്രീ അവസാനം അവരുടെ കരഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, കഴിയുന്നവരൊന്ന് കാണണം. അത് കൂടുതൽ ചില സ്ത്രീകൾ കാണണം. അവസാനം ആ സ്ത്രീ അതിന് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കേൾക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഈ സ്ത്രീ സ്വയം ജീവനൊടുക്കി എന്നുള്ളതാണ്. അതായത് താൻ ചെയ്ത ഏറ്റവും വലിയൊരു ഗുരുതരമായ തെറ്റ്, തൻ്റെ അസുഖം കാരണം, തൻ്റെ അവസ്ഥ കാരണം സംഭവിച്ചതിന് എല്ലാവരും കുറ്റപ്പെടുത്തലുകളും മറ്റുള്ള കാര്യങ്ങളും, അത് ആ ഒരു അവസ്ഥയാണെന്ന് ആരും തിരിച്ചറിയാതെ തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവസാനം അവർ ചിന്തിച്ചു, എനിക്കിനി ജീവിക്കേണ്ട കാര്യമില്ല, എൻ്റെ കുഞ്ഞും പോയി, എൻ്റെ അവസ്ഥ കാരണമാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരും ജീവനൊടുക്കി. അപ്പോൾ ഇവിടെ അസ്ല പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആ ഒരു പ്രശ്നങ്ങൾ സ്റ്റേജിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ കുട്ടിയുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷകരമായിട്ട് യൂട്യൂബ് ഫാമിലിയിലേക്ക് പലതരം വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ട സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്ന, ഡിവോഴ്സ് ആയില്ലേ മോളെ, യോ പാവം കൊച്ചു തന്നെ, എന്തൊരു കഷ്ടം, നന്നായിട്ട് ചിരിച്ചു കളിച്ച് പറവയെ പോലെ പറന്നു കിടന്ന കൊച്ചിൻ്റെ ഇന്നത്തെ അവസ്ഥ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പരിതപിക്കുകയും അവളുടെ അടുത്ത് സമാധാനിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ട് ഈ പറഞ്ഞ ഗുണവധികാരം പറയുകയും ചെയ്തതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ജോലി ആവശ്യമായിട്ട് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പുള്ളിക്കാരത്തെ 1-2 വീഡിയോ ഇട്ട് പറഞ്ഞു, എന്നിട്ട് തീരത്തില്ല. അവസാനം ഈ ഒരു വീഡിയോ അതിന് ശേഷം വന്നിരിക്കുന്നതാണ്, നമുക്ക് ബാക്കി കേൾക്കാം. അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ
സങ്കടം ഉണ്ടായിരുന്നത് എൻ്റെ യൂട്യൂബിൽ നിന്നായിരുന്നു. യൂട്യൂബ് ഫാമിലി അത് ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലായിരുന്നു. ഇത്ര ആൾക്കാരെ എന്നോട് ഡിവോഴ്സ് ആയല്ലേ, അംജുക തേച്ചല്ലേ, അംജുക പോയല്ലേ, അംജുക്കാക്ക് വേറെ സെറ്റപ്പ് ഉണ്ടല്ലേ, അംജുക തേച്ചല്ലേ, നീ ഇങ്ങനെ നീ ഭർത്താവിനെ കളഞ്ഞല്ലേ, നിനക്ക് ഭർത്താവും കുടുംബമൊന്നും വേണ്ടല്ലോ, നീ ഒറ്റ തടിയല്ലേ, നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഇതൊക്കെ തന്നെയാ വിധി. അപ്പോഴും ഞാൻ എന്താ പറയാ, ഒരുമാതിരി അറഗൻസാണ് ഞാൻ കാണിച്ചിരുന്നത്. സങ്കടമല്ല ഞാൻ കാണിച്ചിരുന്നത്. സങ്കടം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റ പോലെ ആവൂലേ, ഞാൻ വീക്കായ പോലെ ആവൂലേ. അപ്പം ഉള്ളിലത്തെ ഫീലിങ്സ് ഞാൻ ഇതുവരെ ഞാൻ ഫേക്ക് ചെയ്ത് നിന്നിട്ടില്ല. പക്ഷെ എൻ്റെ സങ്കടം വിഷമൊക്കെ ഫേക്ക് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ആ ധൈര്യം കാണിച്ചത്. കാരണം ഞാൻ കരഞ്ഞ് തളർന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പീക്കൂസിൽ ആര് ചിരിപ്പിക്കും, കളിപ്പിക്കും. ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞാൻ എന്താ പറയാ, കുറെ തർക്കുത്തരം പറയും ഇങ്ങനെ ചോദിക്കുന്നവരോട്. ഞാൻ ഉള്ള പോലെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അംജുക്കാക്ക് വരാൻ പറ്റാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതേ തന്നെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് വരെ എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സഹിക്കായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സമൂഹത്തിൻ്റെ ഈ ജഡ്ജിമെൻ്റ് എന്ന് പറയുന്ന സാധനം മറ്റൊരിടത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വിധിക്കുകയാണ്. ഒരാൾ ഇങ്ങനെയാണെന്ന് വിധിക്കുകയാണ്. ഒരാളുടെ അവസ്ഥ ഇതാണെന്ന് അവർ പറയാൻ ശ്രമിച്ചാലും അതല്ല നിൻ്റെ അവസ്ഥ. നിൻ്റെ അവസ്ഥ ഇതാണെന്ന് നമുക്കറിയാം. നീ അങ്ങനെ പറഞ്ഞാലൊന്നും ഞങ്ങൾ അനുവദിക്കത്തില്ല, അംഗീകരിക്കത്തില്ല, സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. എന്താണല്ലേ നമുക്കെല്ലാവർക്കും, നമ്മൾ സത്യം പറഞ്ഞ് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിക്കുന്നു, ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ തോന്നിയവാസികളായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ പൊതുവിൽ നമ്മൾ ആരോടും അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. പക്ഷെ നമുക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുമെങ്കിലും നമുക്കറിയാമല്ലോ, എല്ലാം അറിയാം. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള കറകളും നമ്മൾ പോകുന്ന അഴുക്ക പ്രവൃത്തികളും മോശമായ വഴികളും ഒക്കെ നമുക്ക് നാട്ടിൽ, കാരണം മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരും എല്ലാം ഇതുപോലെയൊക്കെ തന്നെ ചെയ്യുന്നതല്ലേ. പക്ഷേ അവനെ നമുക്ക് എന്ത് ചെയ്യണം, അവനെ നമുക്ക് മര്യാദ പഠിപ്പിക്കണം. അവൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. അവൻ മര്യാദയ്ക്ക് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവനെ മര്യാദ പഠിപ്പിക്കും, അവളെ മര്യാദ പഠിപ്പിക്കും, വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിക്കും. സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുവാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ച് അവരെ മൂട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുത്താൻ നമ്മൾ പഠിപ്പിക്കും. ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ശരിയല്ല എന്ന് നമുക്ക് നല്ല ബോധമുള്ളവരാണ് സ്വാഭാവികമായിട്ടും അന്യൻ്റെ കാര്യത്തിൻ്റെ അകത്ത് അവനെ നന്നാക്കാൻ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അല്ലാത്തവർ നിങ്ങൾ നോക്കൂ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കൂ, അവരാരെങ്കിലും ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിൽ അവർ മറ്റുള്ളവൻ്റെ പ്രൈവസി അവൻ്റെ കാര്യമായിട്ടങ്ങ് വിടും, അല്ലെങ്കിൽ അവളുടെ കാര്യമായിട്ടങ്ങ് വിടും. അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ, അവരുടെ കുടുംബജീവിതമാണ് അങ്ങോട്ട് പോട്ടെ. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇപ്പം അസ്ലയാണെങ്കിലും അസ്ലയുടെ ചാനലിൻ്റെ അകത്ത്, അസ്ലയുടെ ലൈഫിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അസ്ലയുടെ കാണുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് മൊത്തം ഈ പറഞ്ഞ ഫാമിലി വ്ളോഗും ടീം കാണുന്നവരാണ്. അവരവിടെ ഇവിടെ എല്ലായിടത്തും പോയി കാണുന്നത് എന്താണ്, അവിഹിതം, ഗുണവധികാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലിപ്പിരിയൽ, ഒരുമിക്കൽ, എന്നിട്ട് ബിസിനസ് തുടങ്ങൽ, ഭാര്യ അവിഹിതം കൊണ്ട് വേറത്തിലൂടെ പോയി എന്ന് പറയില്ല, അടുത്ത ദിവസം കഴിഞ്ഞില്ല ഞങ്ങൾ ഒരുമിച്ചായി എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബക്കാർ ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ ചില ടീംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരും അത് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ താങ്ങികളായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ വന്ന് ഇവരെയും കാണുന്ന സമയത്ത് ഡിവോഴ്സ് ആയില്ലല്ലോ മോളെ, മറ്റേ പുള്ളിക്കാരില്ല, അപ്പോൾ ഉടനെ ഒരു ഡിവോഴ്സിൻ്റെ സംഭവങ്ങൾ വളരെ സന്തോഷമാണ്. ഡിവോഴ്സൊക്കെ ഉടനെ ആവുമല്ലോ, അതിന് ശേഷം ഡിവോഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇടണേ. അതായത് കല്യാണത്തിന് ശേഷമുള്ള വീഡിയോ പോലെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള കണ്ണുനീരൊക്കെ ഇടണേ. നമുക്ക് ചെറിയൊരു ആശ്വാസം, ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരാളുടെ കണ്ണുനീര് കാണുമ്പോൾ ചെറിയൊരു സന്തോഷം. പ്ലീസ് ഒന്ന് കരയുന്നത് കാണണം. ഏതാണ് അവസ്ഥ, ആ കുട്ടി അത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡിപ്രഷൻ്റെ ആ പോസ്റ്റ്മോർട്ടം ആ ഒരു സ്റ്റേജിലാണ് നിന്നുള്ള കാര്യം ഞാനിപ്പോഴും അറിയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയിലേക്ക് വരെ എത്തി. അയ്യോ ആ കൊച്ചിൻ്റെ വിധി, ആ കൊച്ചിൻ്റെ ജാതകം ഏതാണ്, കൊച്ചു ജനിച്ചതും അന്തിട്ടിട്ട് പോയല്ലേ, അത് കണ്ടിട്ട് അത് വേറെ തരത്തിലുള്ള വാണങ്ങൾ. വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ആരെയും അങ്ങനെ എടുത്ത് ഇതാക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടടായി നമുക്കിടയിൽ ജീവിക്കുന്നതിൻ്റെ അകത്ത്. ഈ ജാതകം, ജ്യോതിഷം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ ഇന്ന ദിവസം ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഈ രാത്രി ജനിച്ചതാണെങ്കിൽ മറ്റതുണ്ട് മറിച്ചതുണ്ട്, എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടായി. ഇവർക്ക് കാരണത്തിന് പ്രത്യേകിച്ച് അതിന് വേറെ കാരണം വേണ്ടെന്നുള്ള, എല്ലാം കാരണമാണ്. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയും, ഇന്ന ദിവസം ഇന്ന കുഞ്ഞ് ജനിച്ച് ഈ സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റതിൻ്റെ മുക്കാലിൻ്റെ ഇടയിലാണ് വന്ന് കൊച്ചു ജനിച്ചേക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കാലും മുക്കാലും അരയൊക്കെ പറഞ്ഞിട്ട് മറ്റേ നാഴിക വിനാഴിക പരിപാടിയുണ്ട്. അതിനിടയിലൊന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റവൻ ഒന്നാമത്തെ കാലിൽ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന്, അല്ല അമ്മയ്ക്ക്, രണ്ടാമത്തെ കാലിൽ ജനിച്ച അമ്മയ്ക്ക്, മൂന്നാമത്തെ കാലിൽ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക്, അച്ഛന്, അമ്മാവന്, ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും മരിച്ചു പോകും, അവരുടെ കുടുംബം നശിക്കും, കുടുംബം വെളുക്കും. ഇതിനിടയ്ക്ക് എങ്ങാനും വയ്യാതെ മറ്റേ രോഗാവസ്ഥയിൽ കിടന്ന വൃദ്ധയായിട്ടുള്ള ഒരു അമ്മൂമ്മയോ മരണപ്പെട്ടു പോയി, അതെല്ലാം കൊച്ചിൻ്റെ തലയിലിരിക്കും. അല്ലെങ്കിൽ കാലെടുത്ത് വെച്ചിട്ട് പെണ്ണ് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ അവളെ തലയിലിരിക്കും.
അതിനുശേഷം എങ്ങാനും അന്ന് വരെ നന്നായിട്ട് ഓടിച്ചാടി നടന്നിട്ടുള്ള അമ്മായിയമ്മ കിണറ്റിൻകരയിൽ പോയിട്ട് വെള്ളം കോരിയപ്പോൾ തലവത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ, അത് ഇവളുടെ തലയിരിക്കും. പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. കണ്ടില്ലേ, മൂദേവി വന്ന് കയറി കുടുംബം നശിച്ചെന്ന ശൂലമാക്കി എന്ന് പറഞ്ഞിട്ട് കൊച്ചു ജനിച്ചിൻ്റെ പറയുന്നുണ്ട്. ഇവരൊക്കെ ചിന്തിക്കാത്തൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്, മൃഗങ്ങളും ജീവിക്കുന്നില്ലേ? എന്നും നമ്മൾ കശാപ്പ് ചെയ്ത് നമ്മൾ തിന്നുന്നില്ലേ? ഈ നമ്മൾ തിന്നുന്ന ജീവികളെല്ലാവരുടെയും ഈ പറഞ്ഞ കുജനും ശുക്രനും ഒക്കെ എവിടെയേ പോയേ? അവരെ എന്തുകൊണ്ട് കൊല്ലുന്നു? അവരും ജനിച്ച് നമ്മൾ പല ആൾക്കാർ ജനിച്ച സമയത്ത് അവർ ജനിച്ചിട്ടുണ്ടല്ലോ, ഇന്നൊക്കെ അവർ ഭൂമുഖത്തുണ്ടോ? നമ്മുടെയൊക്കെ വയറിൻ്റെ അകത്തൊക്കെ പോയില്ലേ? എന്തേ കാരണം? അവർക്ക് ശുക്രനില്ലേ? അവർക്ക് മറ്റേ ചൊവ്വയില്ലേ? ചന്ദ്രനില്ലേ? ഇതൊന്നുമില്ലേ? അവർ കല്യാണം കഴിക്കാറുണ്ട് ഒരുപാട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കിടക്കുന്ന മണഗുണാശന്മാരുടെ അടുത്ത് എന്തോ പറയാനാണ്. മനുഷ്യൻ ഹോമോസാപ്പിയൻസ് അവൻ്റെ രൂപത്തിലുള്ള ദൈവങ്ങളുണ്ടാക്കി, അതിൽ വിശ്വസിക്കട്ടെ. കാരണം നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട്. ഭയത്തിൻ്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭയത്തിൻ്റെ എടുത്തു വെച്ചു. അതാണ് ഭയത്തിൽ നിന്നുണ്ടായ സംഭവമാണിത്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അത് അതിര് കടന്ന് ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് മറ്റേ തരത്തിലേക്ക് വേറെ വഴിവിട്ട ഇരുണ്ട വഴികളിലൂടെ പോകുന്നവർക്കാണ് ഈ പ്രശ്നം. ദൈവത്തിൽ അർപ്പിച്ചിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ അടുത്ത് നോക്കുന്നത് വെച്ചാൽ ബ്ലാക്ക് മാജിക്കാണ്. ഏതെങ്കിലും ഒരാളുടെ മറ്റേ ഗണിതം വെച്ച് നോക്കുന്ന കണക്ക് നോക്കൽ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രശ്നം വയ്പ്പിക്കൽ, മറ്റേത് മറിച്ചിൽ വേറെ ചെയ്യാത്ത പരിപാടികളൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള തലച്ചോറുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസികൾ നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങളുടെ വിശ്വാസത്തിനൊന്നും ഞാനെതിരല്ല. അതൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ അമ്മ ഒരു വിശ്വാസിയാണ്, എൻ്റെ വീട്ടിൽ വിശ്വാസികളുണ്ട്, അതൊക്കെ ഞാൻ റെസ്പെക്ട്. പക്ഷേ ഇത് അന്ധവിശ്വാസത്തിനെ ആണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നെയോ അംജുക്കാനെയോ ഒന്നും പറയുന്ന പോലല്ലേ, നമ്മളിപ്പോ ഒരു കൊച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉള്ള കാര്യം പറയാം, അവള് ജനിച്ചതിലേ ഞങ്ങളെ ഭാഗ്യം തുടങ്ങിയത്. കാരണം ഞങ്ങള് അംജുക്കാക്കൊക്കെ തന്നെ വരാൻ പറ്റായിരുന്നത് എൻ്റെ ഡെലിവറിയുടെ ഒരാഴ്ച മുന്നെയാണ് അംജുക്ക പുതിയ ജോലിക്ക് സ്വിച്ച് ചെയ്യേണ്ടി വന്നത്. കാരണം അംജുക്കയുടെ വിസ അവസാനിക്കുവാണ്, ഇതുവരെയുള്ള വിസ അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ജോലിക്ക് മാറിയേ പറ്റൂ. പെട്ടെന്ന് വരേണ്ട COS വരാൻ സമയം എടുത്താൽ ഞങ്ങൾക്ക് 4-5 മാസം. ഞങ്ങൾ ആക്ച്വലി ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ 5 മാസം എടുത്ത് COS വരാൻ. അപ്പോൾ ഈ വിസ അടിച്ച് കിട്ടാണ്ട് കൺട്രി ലീവ് ചെയ്യാൻ പറ്റില്ല. COS കിട്ടി, പിന്നെ വിസ അടിച്ച് കിട്ടാനാണ് പിന്നെ ഞങ്ങൾക്ക് ഇതായത്. അങ്ങനെ ഇന്നലെയാണ് ആ വിസ അടിച്ച് കിട്ടിയത്. കുറേ പേർക്ക് ഞാൻ പല വീഡിയോസിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. എന്നിട്ടും ആൾക്കാരില്ല, നീ ഡിവോഴ്സായി. ഇത് അസലയുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. നമ്മൾ എന്തിനെ ആൾക്കാരെ ബോധിപ്പിക്കണം? എന്തിനെ ബോധിപ്പിക്കണം? ഞാൻ ഈ പച്ച ഷർട്ടിനോട് ഞാൻ പുറത്തിറങ്ങുന്നു, ഈ പറയുന്ന ഈ മോതിരം ഇട്ടുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ നീട്ടി വളർത്തുന്നു, ഈ കണ്ണട വെച്ചിരിക്കുന്നു, ചിലപ്പോൾ ഷേവ് ചെയ്യാതിരിക്കാം, ഞാൻ പല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കും. ഇതൊക്കെ ചോദിക്കാൻ മറ്റൊരുത്തൻ ആരാ? അവൻ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അവനടുത്ത് ഇത് ഇന്ന കാരണത്താലാണ് ഞാൻ ഇതിട്ടേക്കണമെന്ന് പറയാൻ ഇവരൊക്കെ ആരാ? നമ്മുടെ ലൈഫല്ലേ, ഇതെന്തിനാ? ആരെ ബോധിപ്പിക്കാനാ? അത് തോന്നുന്നു അവരെ ബോധിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിടത്തും ജീവിക്കാൻ പറ്റത്തില്ല. വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞില്ലേ, നമ്മൾ ഓടുന്ന വഴിയില്ലേ ഈ കുരയ്ക്കുന്ന പട്ടിയുടെ എല്ലാം വായിക്കകത്ത് കല്ലെറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അവരൊക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോവുക, ഒഴുകുക. കുറച്ച് നാളേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ ഈ ഭൂമിയിൽ. അതുകൊണ്ട് അടിച്ചു പിടിച്ച് ജീവിക്കുക, അത്രയാണ്. ഡിവോഴ്സായി. എനിക്ക് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സായി എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഞാൻ എങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയും. പിന്നെ ഇത് നമ്മുടെ ചങ്ങമ്പുഴയുടെ കഥ പല സമയങ്ങളിൽ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചങ്ങമ്പുഴ നിരന്തരമായിട്ട് ചാരായ ഷോപ്പിൻ്റെ അടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് മണ്ണെണ്ണ വാങ്ങാൻ പോകുമായിരുന്നു. മണ്ണെണ്ണ വാങ്ങാൻ നിരന്തരം പോയി നിൽക്കുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് പല ആൾക്കാരും അവിടെ പറഞ്ഞു പരത്തിയത് ഇങ്ങനെ നിരന്തരം ചാരായ ഷാപ്പിൻ്റെ അകത്ത് തന്നെ ചാരായം കുടിയാണെന്നൊക്കെ പറഞ്ഞു പരത്തി. അതും ലിറ്റർ കണക്കിന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചാണ് അടി എന്നുള്ള രീതിയിലേക്ക് എന്തൊക്കെയോ പറഞ്ഞ് ചങ്ങമ്പുഴയെക്കുറിച്ച് പറഞ്ഞു പരത്തി. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? പുള്ളിക്കാരൻ മദ്യത്തിൻ്റെ അഡിക്ഷനിലേക്കൊക്കെ പോയി എന്നുള്ളൊരു കാര്യമാണ്. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റുകാരനാക്കി വിധിക്കുകയും അവസാനം അവൻ ആ തെറ്റിൽ തന്നെ പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ കടപുഴകി വീഴ്ത്തുകയും ചെയ്യുന്നൊരു സമൂഹം. ആ മഹാനായ കവി എന്താ പറയാ, ഇന്നലെയാണ് അംജുക്കയുടെ വിസ അടിച്ചു കിട്ടിയത്. ഇന്നലെയാണ് അംജുക്ക വരണത് കാണാം. അംജുക്ക എവിടെ?
നിനക്കെന്നെ പൊത്താൻ പറ്റി. അയ്യോ അംജുക്കാക്ക് ഫസ്റ്റ് റോസ് പിടിക്കണ്ടേ, അടുത്ത ഞാൻ തരും. ഞാൻ തരാവേ, ഇതൊന്ന് പിടിക്ക്. നല്ല ഫ്രെയിം. പീക്കാച്ചിയുടെ വക ഫസ്റ്റ് റോസ് അപ്പോ പിടിക്ക്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ, എല്ലാവരും പറയുന്നത് പോലെ ഒന്നും ആയിരുന്നില്ല. തുടക്കത്തിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. അദ്ദേഹം തിരിച്ചു വന്നു, അവരുടെ കുടുംബത്തിനോടൊപ്പം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ വിസയുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി നാട്ടിലേക്ക് വന്നു. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്നു. കുഞ്ഞിനെ കണ്ടു, അസലയെ കണ്ടു. ഇനി ഈ കുരുപൊട്ടിച്ച ആൾക്കാർക്ക് ഇനി അടുത്ത ലൈഫിൻ്റെ അകത്ത് ഇനി വീണ്ടും അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ച് ഗുണാധികാരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അസലയും കുഞ്ഞും അംജുക്കയും എല്ലാവരും, നിങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. 100 വർഷത്തിന് ശേഷം നിങ്ങളെ ഓർക്കാനോ നിങ്ങളെ സ്വപ്നം കാണാനോ ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഇന്നുള്ളവർ ഉണ്ടാവത്തില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഈ നിമിഷമാണ് നിങ്ങൾക്കുള്ളത്. ഈ നിമിഷം പരമാവധി ജീവിക്കാൻ ശ്രമിക്കുക. ജീവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. വാരിക്കൂട്ടി വെക്കുന്നതും ഒരുപാട് നേടാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നല്ലത് തന്നെ. ആ സമയങ്ങളിൽ നിങ്ങളുടെ സെൽഫിനെ സന്തോഷിപ്പിക്കാനും ഈ ഭൂമിയിലുള്ള ജീവിതം ആഘോഷിക്കാനും ശ്രമിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും നരകം, ജീവിച്ചിരിക്കുന്ന വെറും ഒരു ശവമാണ് നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജീവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക ഗൈസ്. ബൈ.